ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ലച്ചുവിനെ കണ്ട് ആകെ തകർന്നു നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. ലക്ഷ്മി സച്ചിയുടെ ആരാണെന്നും സച്ചിയുമായിട്ട് എന്താ ബന്ധമെന്നും സന്ധി ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഒരിക്കൽ ഞാൻ വിവാഹം കഴിക്കാനായി ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാണ് ലക്ഷ്മി. പിന്നീടാണ് ഞാൻ അർച്ചനെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം ലച്ചു ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറുമായി വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോയെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിന് ലക്ഷ്മി എത്തിയിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം അവൾക്കുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല. സച്ചി പറഞ്ഞതുപോലെ വീണ എന്നു പേരുള്ള പേഷ്യൻ്റ് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കുറേ അന്വേഷിച്ചതാണ്. പക്ഷേ അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്നാ അറിഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ സർജനെ കാണാൻ വന്നപ്പോഴാണ് ഈ കുട്ടിയെ ഇവിടെ കണ്ടത്. സത്യത്തിൽ ലക്ഷ്മിക്ക് എന്താ സംഭവിച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഗുരുതരമായ ഒരു കാർഡിയാക് പ്രോബ്ലം ആണെന്ന് സന്ധ്യ പറയുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഹാർട്ടിന് നന്നായി തന്നെ ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കില്ല. ചിലരുടെ കാര്യത്തിൽ സർജറി ചെയ്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി ഒരു സ്കോപ്പുമില്ല. ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സച്ചി എൻ്റെ കൂടെ ക്യാബിനിലേക്ക് വാ, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ സച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് അനഘ. ഇത്രയും നാളും നിന്റെ ചേച്ചിക്ക് എന്തിനാണ് എന്നോടും വീട്ടുകാരോടും പ്രതികാരമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കെല്ലാം തന്നെ അറിയാൻ സാധിച്ചു. ഞാനും നിന്റെ അച്ഛൻ വിനയചന്ദ്രനും നല്ല കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങാനിരിക്കുകയായിരുന്നു. ഒരു വലിയ തുക തന്നെയാണ് നിന്റെ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ അവസാന നിമിഷമായപ്പോൾ നിന്റെ അച്ഛൻ പിന്മാറുകയാണ് ചെയ്തത്. നിന്റെ അമ്മാവൻ രാഘവനാണ് എല്ലാത്തിനും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അവന്തികയുടെ പേരിലുള്ള ഏതോ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ പിന്മാറിയത് കൊണ്ട് തന്നെ എനിക്ക് വേറെ രണ്ടുപേരെ ആ പ്രൊജക്റ്റിലേക്ക് നിയമിക്കേണ്ടതായി വന്നു. പക്ഷേ നിന്റെ അച്ഛൻ കരുതിയത് ഞാൻ നിന്റെ അച്ഛനെ ചതിച്ചെന്നാണ്. മംഗലാപുരം വരെ പോയി തിരിച്ചു വന്ന ഞാൻ കേൾക്കുന്നത് നിന്റെ അച്ഛൻ്റെ മരണവാർത്തയാണ്. എന്നോട് ഒരു വാക്കുപോലും പറയാതെയാണ് അവൻ പോയതെന്ന് വിഷമത്തോടെ പറയുകയാണ് സേതു. ഇത് കേൾക്കുന്ന അനഘ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ചേച്ചിയും ആദ്യം എന്നോട് ഈ കഥകളൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കാർക്കും അങ്ങനെ ചതിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്ന് പറയുമ്പോൾ സേതു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അനഘയെ ചേർത്ത് പിടിക്കുകയാണ്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ് എനിക്കിപ്പോഴും നിന്നോടുള്ളത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ലച്ചുവിൻ്റെ കേസ് ഫയല് സച്ചിയെ കാണിക്കുകയാണ് സന്ധ്യ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫയലുകളൊന്നും കാണിക്കാൻ പാടില്ലാത്തതാണ് സച്ചി. പക്ഷേ സച്ചി നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിച്ചത്. അല്ല, സച്ചിക്ക് ഇത് എന്തിനാണ് സന്ധ്യ ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ കാർഡിയക് സർജൻ അലനെ കാണിക്കാനായിട്ടാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ചൊരു കാർഡിയക് സർജൻ തന്നെയാണ് അദ്ദേഹം എന്ന് സന്ധ്യയും സച്ചിയോട് പറയുന്നു. പിന്നെ സച്ചി, ഇവിടുത്തെ സർജൻ പറഞ്ഞത് മരുന്നുകൾ കൊണ്ട് 1 വർഷം അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മാത്രം ജീവിച്ചിരിക്കാമെന്നാണ്. എത്ര നാളായി ലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടെന്ന് സച്ചി ചോദിക്കുമ്പോൾ 6 മാസമേ ആയിട്ടുള്ളെന്നും ലക്ഷ്മി ഇവിടെയുള്ളവർക്കെല്ലാം വലിയ കാര്യം തന്നെയാണെന്നും സന്ധ്യ പറയുന്നു. ലക്ഷ്മിയുടെ ഹസ്ബൻഡോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ലെന്ന് സന്ധ്യ പറയുന്നു. തുടർന്ന് റിപ്പോർട്ടുകളുടെ ഫോട്ടോ എടുത്തതിന് ശേഷം റിപ്പോർട്ട് സന്ധ്യയുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ അവന്തികയെ കാണാനായും കൂടാതെ പെറ്റീഷനിൽ ഒപ്പിടിക്കാനുമായി എത്തിയിരിക്കുകയാണ് അനഘയും ആതിരയും സ്നേഹയും. തുടർന്ന് അനഘ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ പുറത്തേക്ക് വരുന്ന അവന്തിക പറയുകയാണ്, മാറി നിൽക്കടി അങ്ങോട്ടേക്ക്. അതെ, ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള വസ്തുവാണ്, അതുകൊണ്ട് ഇവിടെ കയറാനുള്ള യോഗ്യത എനിക്കുമുണ്ടെന്ന് അനഘ പറയുമ്പോൾ ഇത് എന്റെ വീടാണെന്നും ഇവിടെ നിനക്കൊരു സ്ഥാനവുമില്ലെന്നും അവന്തികയും പറയുന്നു. അത് ചേച്ചി മാത്രം പറഞ്ഞാൽ പോരല്ലോ, എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ടെന്ന് അനഘ പറയുമ്പോൾ അനഘയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അവന്തിക. എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ഞങ്ങൾ ചേച്ചിയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് എന്ന് അനഘ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദേട്ടന്റെ കാര്യമാണെന്ന് ആതിര പറയുന്നു. ഇത്രയും പെട്ടെന്ന് തന്നെ അവന്തികേട്ടത്തി ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടണമെന്ന് സ്നേഹയും പറയുന്നു. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും ഞാൻ ഒരിക്കലും എന്താണെങ്കിലും ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ലെന്നും അവന്തിക തീർത്ത് പറയുന്നു. സേതു അങ്കിൾ കാരണമല്ല നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് അനഘ പറയുമ്പോൾ സത്യമൊക്കെ എനിക്കറിയാമെന്നും ഞാൻ എല്ലാവരെയും കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുമെന്ന് അവന്തികയും പറയുന്നു. നമ്മുടെ അച്ഛനെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യേണ്ടത് നിന്റെയും കൂടി കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനഘയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അവന്തിക. അതിനുശേഷം ചിതാഭസ്മം കാണിച്ചുകൊണ്ട് അവന്തിക പറയുകയാണ്, കണ്ടില്ലേ, നെല്ലിശ്ശേരിക്കാർ തകർന്നതിന് ശേഷം വേണം എനിക്ക് ഈ ചിതാഭസ്മം കൊണ്ട് നിമജ്ജനം ചെയ്യാൻ. ചേച്ചി, അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനഘ ആ കലശം എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അനഘയെ പിടിച്ച് മാറ്റി നിർത്തുകയാണ് അവന്തിക. അതിൽ തൊട്ടു പോകരുത്, എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. 3 പേരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോണമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അവന്തിക.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.